രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നിങ്ങളുടെ മന്ത്രി ശബരിമല ദേവസ്വത്തിന്റെ മന്ത്രി ആയിരിക്കുമ്പോൾ തീർത്ഥം കയ്യിൽ കൊടുത്തപ്പോൾ സാനിറ്റൈസേഷൻ ആണ് ചെയ്തത്. അതാണോ ഒരു മന്ത്രിയുടെ സ്ഥാനത്തിന് നിന്ന് ചെയ്യേണ്ടത്? അതുപോലെ ഇപ്പോഴത്തെ വാസവൻ ശബരിമല നട തുറക്കുമ്പോൾ കയ്യും കെട്ടിയിട്ടാണ് നിന്നിരുന്നത്. ഇതാണോ നിങ്ങളുടെ മന്ത്രി നയം? ഇതാണോ നിങ്ങളുടെ വിശ്വാസം? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ കണ്ണു തുറന്ന് കാണുന്നുണ്ടെന്ന് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. കേന്ദ്രത്തിൻ്റെ PMAY പദ്ധതി നിങ്ങൾ ലൈഫാക്കി മാറ്റി. കഴിഞ്ഞ ഭരണസമിതി സമയത്ത് ഞാൻ വടക്കുന്നാഥൻ്റെ മുന്നിൽ വന്ന് നിങ്ങളുടെ പാർട്ടിയുടെ ശ്യാമപ്രസാദിനോട് ലൈഫിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ വർത്തമാനം 800 വീടുകളുടെ താക്കോൽദാനത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. 2017 എനിക്ക് വീട് സാങ്ഷൻ ചെയ്ത് കിടക്കുന്നതാ. ഇത് 2025 എനിക്ക് ഇന്ന് വരെ ഒരു അറിവും വന്നിട്ടില്ല. നിങ്ങൾ ചേർത്ത് നിർത്തുന്ന ഒരാൾക്കാരാണെന്ന് ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചേർക്കലും ഇല്ല. നിങ്ങളുടെ പാർട്ടീനെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവർക്ക് മാത്രം കൊടുക്കുന്നൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം. ഞാൻ കുടുംബശ്രീയിൽ വന്നിട്ട് 28 വർഷം കഴിഞ്ഞു. എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ ഓരോ കള്ളക്കളികളും തുറന്ന് സംസാരിക്കുന്ന CDSന്റെ വേദിയിൽ എന്നെക്കുറിച്ച് ചോദിച്ചാൽ അറിയാവുന്നതാണ്. അതുകൊണ്ട് പറയുമ്പോൾ കയ്യ് മലർത്തണ്ട അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. നിങ്ങൾ ഓരോ അല്ല, കഴിഞ്ഞ CDSന്റെ ഇലക്ഷൻ കഴിഞ്ഞ് ദേശാഭിമാനി പത്രത്തിൽ ഒരു വാർത്ത വന്നു. എന്താണെന്നറിയോ? കോൺഗ്രസ്സുകാരിക്ക് BJPയുടെ പിന്തുണ. ഇതെവിടെന്നാ പോസ്റ്റർ പോയത്? ദേശാഭിമാനിയിലെ. ഞാൻ ഷാജൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഷാജൻ പറഞ്ഞു എനിക്കറിയില്ല. എന്നോട് പറഞ്ഞ വർത്തമാനം എന്തറിയോ? ദേശാഭിമാനി പ്രസ്സിൽ പോയി ചോദിക്കാൻ. അതിന് ഞാൻ ഷാജനോടൊരു മറുപടി പറഞ്ഞു. എന്തറിയോ? ദേശാഭിമാനി പ്രസ് നിൽക്കുന്നത് എൻ്റെ ഡിവിഷനില്ല, അത് ഷാജൻ പറയണ്ട. ഞാൻ ഇവിടെ നിന്ന് പോയോ എന്നുള്ളത് ചോദിക്കാനാണ് ഞാനിവിടെ വന്നത്. എനിക്കറിയില്ല. പേപ്പർ മുഖത്ത് എറിഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറയും സഖാവേ. ഇന്നിപ്പോ